ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടു വേ സ്ലാബ് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ടു വേ സ്ലാബിൻ്റെ ഡിസൈൻ പ്രോബ്ലമാണ്. നമ്മൾ നേരിട്ട് ഡിസൈനിലോട്ട് പോവാം. പ്രോബ്ലം ഇതാണ്: ഡിസൈൻ എ RCC സ്ലാബ് ഫോർ എ റൂം മെഷറിംഗ് 4 meter to 5 meter inside dimension. The slab carries a live load of 2 kN per meter square and is finished with a 20 mm thick granulithic finishing material having unit weight of 24 kN per meter cube. We have to use M20 concrete and Fe415 material, and the slab is simply supported on all the four edges with the corners free to lift. The width of supporting wall is 300 mm. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇനി നമുക്കതിൻ്റെ സൊല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു റൈറ്റ് ഓൺ ദി ഗിവൺ ഡാറ്റ. നമുക്ക് തന്നിട്ടുള്ളത് സ്ലാബിൻ്റെ പാനൽ 4 meter by 5 meter ആണ്. ലൈവ് ലോഡ് തന്നിട്ടുണ്ട് എന്താണ്? 2 kN per meter square ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു 20 mm തിക്കുള്ള ഫ്ലോർ ഫിനിഷ് വരുന്നുണ്ട്. അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് 24 kN per meter cube ആണ്. ഇനി FCK 20 N per mm square ആണ്. FI വരുന്നത് 450 N per mm square ആണ്. സ്ലാബ് എന്താണ്? സ്ലിംലി സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സ് ആർ ഫ്രീ ടു ലിഫ്റ്റ് ആണ്. ഇനി ബിയറിംഗ് എന്താണ്? ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 300 mm. ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 300 mm. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സ്ലാബ്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സ്ലാബിൽ നമുക്ക് ഷോർട്ട് സ്പാനും ലോങ് സ്പാനും എത്രയാണ്? ഷോർട്ട് സ്പാന് LX = 4 meter ആണ്. ലോങ് സ്പാന് LY = എന്താണ്? 5 meter ആണ്. ഇനി ലോങ് സ്പാൻ ബൈ ഷോർട്ട് സ്പാൻ റേഷ്യോ ഉണ്ട്. ദാറ്റ് ഈസ് 5/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25. 1.25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 2. അപ്പോൾ അതെന്താണ്? സ്ലാബ് ഹാസ് ടു ബി ഡിസൈൻഡ് ആസ് 2A സ്ലാബ്. ഇനി സ്റ്റെപ്പ് 2, ദാറ്റ് ഈസ് ഫിക്സിംഗ് ദി ഡെപ്ത് ഓഫ് സ്ലാബ്. വി ഹാവ് ടു ഫിക്സ് ദി ഡെപ്ത് ഓഫ് സ്ലാബ് വിത്ത് റെസ്പെക്ട് ടു ദി കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ. നമ്മൾ കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ പേജ് 37 നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. പേജ് 37 പറയുന്നത് LD റേഷ്യോ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബ് ഈക്വൽ ടു 20 ആണ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ളതിന്. അപ്പോൾ നമ്മൾ ഷോർട്ടർ സ്പാൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ LD റേഷ്യോ കണ്ടെത്തേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് LX/D നമ്മൾ 20 ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് LX എന്താണ്? 4000 mm ആണ് ബൈ 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 mm എന്ന് കിട്ടി. അപ്പോൾ LX എത്ര കിട്ടി? LX അല്ല, എഫക്റ്റീവ് ഡെപ്ത് 200 mm എന്ന് കിട്ടി. ഇനി നമ്മൾ നോമിനൽ കവർ ഒരു 20 mm ആയിട്ട് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ഒരു മോഡറേറ്റ് കണ്ടീഷനിൽ നമുക്ക് 20 mm ആയിട്ട് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ബാസ് യൂസിങ് നമ്മൾ 8 mm ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ 2A സ്ലാബിൽ നമുക്ക് ഈ ഒരു ഡെപ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 4 ഭാഗത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 1 way സ്ലാബിനെ പോലെയല്ല, 4 ഭാഗത്തോട്ടും നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 200 mm എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഡെപ്ത് കൊടുക്കേണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 3/4 ഭാഗമേ ഡെപ്ത് സാധാരണ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മളൊരു 150 to 160 mm എന്ത് ചെയ്യും? 200 ഒക്കെ ആണെങ്കിൽ ഒരു 150 to 160 mm ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് നമുക്കൊരു 75 to 80% ഈ ഡെപ്ത് റിക്വയർഡ് എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 200 mm ആണ്. പക്ഷെ നമ്മൾ 2A സ്ലാബ് ആയതുകൊണ്ട് കുറച്ചൊന്ന് കുറക്കും. ദാറ്റ് ഈസ് 150 mm ആയിട്ട് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത് എന്തായി? 150 mm. അപ്പോൾ ഓവറോൾ ഡെപ്ത് എങ്ങനെ കണ്ടെത്തും? ഓവറോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 150 mm പ്ലസ് നോമിനൽ കവർ പ്ലസ് ഡയമീറ്റർ ഓഫ് ബാർ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 174 mm എന്ന് കിട്ടും. ഇനി സ്റ്റെപ്പ് 3, കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ. അപ്പോൾ എഫക്റ്റീവ് സ്പാനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് പേജ് 34 ഓഫ് IS 456. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്പാൻ ആണെങ്കിൽ
അതിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓർ സ്ലാബിൻ്റെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സപ്പോർട്ട് ഇതിലേതാണോ ചെറുത് ആ വാല്യൂ. ആദ്യം നമ്മൾ ഇതിൽ എഫക്റ്റീവ് സ്പാന് കണ്ടുപിടിക്കുമ്പം അലോങ് ദി ഷോർട്ട് സ്പാനും കണ്ടുപിടിക്കണം, ആസ് വെൽ ആസ് അലോങ് ദി ലോങ് സ്പാനും കണ്ടുപിടിക്കണം. അപ്പോൾ 2 വേ സ്ലാബിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എഗെയിൻസ്റ്റ് ആയിട്ട് 1 വേ സ്ലാബിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എഫക്റ്റീവ് സ്പാൻ വിത്ത് റെസ്പെക്ട് ടു അലോങ് ദി ഷോർട്ട് സ്പാനും കണ്ടെത്തുന്നുണ്ട്, അതുപോലെ തന്നെ എഫക്റ്റീവ് സ്പാൻ അലോങ് ദി ലോങ് സ്പാനും കണ്ടെത്തുന്നുണ്ട്. ആദ്യം നമുക്ക് ഷോർട്ട് സ്പാനിന് അലോങ് ആയിട്ടുള്ള എഫക്റ്റീവ് സ്പാൻ കണ്ടെത്താം. ദാറ്റ് ഇഫ് ക്ലിയർ സ്പാന് 4 മീറ്റർ, എഫക്റ്റീവ് ഡെപ്ത് എന്താണ് 0.15 ആണ്, ദാറ്റ് ഈസ് 4.15. അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്, ദാറ്റ് ഈസ് 4 പ്ലസ് 0.3/2 പ്ലസ് 0.3/2. 0.3 ആണ് എന്ത് ബിയറിങ്ങിൻ്റെ അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ വിടുത്ത് വരുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്ത് വരും 0.3/2 പ്ലസ് 0.3, ദാറ്റ് ഈസ് 4.3. ഇതിൽ ഏറ്റവും ചെറുത് എന്താണ് 4.15 ആണ്, 4.3 ആണ്, ദാറ്റ് ഈസ് 4.15. അപ്പോൾ എഫക്റ്റീവ് ഷോർട്ട് സ്പാന് 4.15 ആയി. ഇനി എഫക്റ്റീവ് സ്പാൻ ഫോർ ലോങ് സ്പാന്. എഫക്റ്റീവ് സ്പാൻ ഫോർ ലോങ് സ്പാൻ എങ്ങനെ കണ്ടെത്താം? ഇതേപോലെ തന്നെ ക്ലിയർ സ്പാന് 5 മീറ്റർ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് 0.15, ദാറ്റ് ഈസ് 5.15 എന്ന് കിട്ടും. ഇനി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 5 പ്ലസ് 0.3/2 പ്ലസ് 0.3/2, ദാറ്റ് ഈസ് 5.3. ഇതിൽ ചെറിയ വാല്യൂ, ദാറ്റ് ഈസ് 5.15. ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്പാൻ അലോങ് ഷോർട്ട് സ്പാൻ കണ്ടെത്തി 4.15, എഫക്റ്റീവ് സ്പാൻ അലോങ് ലോങ് സ്പാനും കണ്ടെത്തി. ഇത് ഷോർട്ട് സ്പാൻ അല്ല, ലോങ് സ്പാൻ ആണ്. ലോങ് സ്പാൻ കണ്ടെത്തി എത്രയാണ്? ഇറ്റ് ഈസ് 5.15 ആണ്. ഇനി നെക്സ്റ്റ് ഇറ്റ് ഈസ് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷനിൽ നമുക്ക് ആദ്യം സെൽഫ് വെയ്റ്റ് കണ്ടെത്താം. നമുക്ക് ഓവറോൾ ഡെപ്ത് അറിയാം, ദാറ്റ് ഈസ് 174 mm ആണ്, ദാറ്റ് ഈസ് 174 മീറ്റർ ആണ്. ഇൻറ്റു 1 മീറ്റർ സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുന്നത്, ഇൻറ്റു 1 ഇൻറ്റു 25 kN/m³ ആണെന്ത് നമ്മൾ RCCയുടെ യൂണിറ്റ് വെയ്റ്റ്, ദാറ്റ് ഈസ് 4.35 kN/m വരും സെൽഫ് വെയ്റ്റ്. ഇനി ഫ്ലോർ ഫിനിഷ് 20 mm, ദാറ്റ് ഈസ് 0.02 മീറ്റർ ഇൻറ്റു 24 ആണ് അതിൻ്റെ എന്ത് യൂണിറ്റ് വെയ്റ്റ് വരുന്നത്. ഇനി നമ്മൾ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് 1 മീറ്റർ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഇൻറ്റു 1, ദാറ്റ് ഈസ് 0.48 kN/m എന്ന് കിട്ടി ഫ്ലോർ ഫിനിഷിൻ്റെ വെയ്റ്റ്. ഇനി ലൈവ് ലോഡ് എത്ര എന്നിട്ടുള്ളത് 2 kN/m² ആണ്. അപ്പോൾ 2 × 1 മീറ്റർ സ്ട്രിപ്പ് എടുത്താൽ 2 × 1, ദാറ്റ് ഈസ് 2 kN/m എന്ന് കിട്ടി. ഓവറാൾ ദാറ്റ് ഈസ് ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 4.35 പ്ലസ് 0.48 പ്ലസ് 2 = 6.83 കിട്ടും. ഇനി അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് ഇൻറ്റു 1.5, ദാറ്റ് ഈസ് ടോട്ടൽ ലോഡ് പറഞ്ഞാൽ 6.83 × 1.5 = 10.245 kN/m എന്ന് കിട്ടി. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ഒരു 2 വേ സ്ലാബിൽ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് mx ആൻഡ് my, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻറ്റ് അലോങ് ഷോർട്ട് സ്പാൻ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അലോങ് ലോങ് സ്പാൻ. അപ്പോൾ അത് പേജ് 91 പറയുന്നത്. പേജ് 91 ആണ്, ഇതാണ് പേജ് 91 കാണിക്കുന്ന ഇത്. ദാറ്റ് ഈസ് mx = alpha x × w × lx², my എന്ന് പറഞ്ഞാൽ alpha y × w × lx². ഇനി ആൽഫ എക്സും ആൽഫ വൈയും കണ്ടുപിടിക്കുന്നത് ഈ ടേബിളിൽ നിന്നാണ്. ടേബിൾ 27, സ്പാനിങ് ഇൻ 2 direction ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ ഓൾ 4 sides. അപ്പോൾ ടേബിൾ 27 എന്നാണ് ആൽഫ എക്സും ആൽഫ വൈയും കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ടേബിൾ ഓർത്തിരിക്കാം. ടേബിളിൽ Ly/Lx വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ വാല്യൂസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? mxഉം myയും കണ്ടെത്താം. അപ്പോൾ mxൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ mxഉം myയും കണ്ടെത്തണമെങ്കിൽ ആൽഫ എക്സും ആൽഫ വൈയും കണ്ടെത്തണം. അപ്പോൾ Ly/Lx വാല്യൂ എന്താണ്? Ly/Lx വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആൽഫ എക്സും ആൽഫ വൈയും. അപ്പോൾ Ly/Lx വാല്യൂ നമ്മളത് 1.25 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സും ആൽഫ വൈയും. അപ്പോൾ 1.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ 1.3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് വാല്യൂ ഉണ്ട്, ആൽഫ വൈ വാല്യൂസ് ഉണ്ട്. ഇനി ഇൻ ബിറ്റ്വീൻ 1.2 ആൻഡ് 1.3 ആണെന്ത് 1.25. അപ്പോൾ
ഈ വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ എന്തെങ്കിലും വി ഹാവ് ടു ഇൻ്റർപോളേറ്റ്. 1.2 കറസ്പോണ്ടിങ്ങിന് ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ 0.084 ആണ്. 1.3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.093 ആണ്. അപ്പോൾ ഈ ടേബിൾ 27 എന്നാണ് കിട്ടുന്നത്, അത് നോക്കുക. അപ്പോൾ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്താൽ 1.25ന് 0.885 എന്ന് കിട്ടും. ഇനി 1.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.059 ആണ്. ഇനി 1.3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.055 ആണ്. അപ്പോൾ 1.25ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.057 എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ഇൻ്റർപോളേഷൻ നമ്മൾ പറഞ്ഞതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വാല്യൂസ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അലോങ് ഷോർട്ട് സ്പാൻ, ദാറ്റ് ഈസ് എം എക്സ്. എം എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ എക്സ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ആൽഫ എക്സ് എന്താണ്? 0.0885 ഇൻറ്റു ഡബ്ല്യു എന്താണ്? 10.245 ഇൻറ്റു 4.15 സ്ക്വയർ. ദാറ്റ് ഈസ് 15.62 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ആൽഫ വൈ, ഇനി എം വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻറ്റ് അലോങ് ലോങ് സ്പാൻ എന്ന് പറഞ്ഞാൽ ആൽഫ വൈ ഇൻറ്റു ഡബ്ല്യു യു ഇൻറ്റു എൽ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് 0.057 ആൽഫ വൈ. ഡബ്ല്യു യു എന്ന് പറഞ്ഞാൽ 10.245. എൽ എക്സ് എന്ന് പറഞ്ഞാൽ 4.15 സ്ക്വയർ. രണ്ടിലും എൽ എക്സ് ആണ്, എൽ വൈ ഇല്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്താൽ 10.066 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇനി കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് ഡെപ്ത് റിക്വയർഡ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഏറ്റവും വലിയ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് റിക്വയർഡ് ആണ്. ഇവിടെ MU x ആണ് ഏറ്റവും വലിയ വാല്യൂ. ദാറ്റ് ഈസ് MU ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫോർ FE 415 ആണ്, 0.138 FCK/BD സ്ക്വയർ ആണ്. അപ്പോൾ ഡി എന്താണ്? റൂട്ട് ഓഫ് MU x ഡിവൈഡഡ് ബൈ 0.138 FCK/B ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1000 mm ആണ്. അപ്പോൾ നമ്മൾ MM-ലായതുകൊണ്ട് കിലോ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അതിനെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് കിലോ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 15.6 ഇൻറ്റു 10⁶, 62 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 0.138 ഇൻറ്റു 20 ഇൻറ്റു 1000. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ന്യൂട്ടൺ മില്ലിമീറ്ററിൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാം നമ്മൾ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന യൂണിറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ യൂണിറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ മില്ലിമീറ്ററിലായിരിക്കും. ദാറ്റ് ഈസ് 75.229 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഡെപ്ത് റിക്വയർഡ് എത്രയാണ്? 75.229. നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? 150 mm. ദാറ്റ് ഈസ് ഓക്കെ ആണ്. നമ്മൾ റിക്വയർഡിനേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എൻ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇനി കാൽക്കുലേഷൻ ഓഫ് AST. അപ്പോൾ AST കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? 8 mm ബാസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഷോർട്ട് സ്പാൻ സ്റ്റീൽ വിൽ ബി കെപ്റ്റ് ബിലോ ദി ലോങ് സ്പാൻ. അപ്പോൾ ഷോർട്ട് സ്പാനാണ് നമ്മൾ താഴെ വെക്കുന്നത്, ലോങ് സ്പാൻ അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ ആദ്യം കണ്ടെത്തണം, AST കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ DX എന്ന് പറഞ്ഞാൽ 150 ആയിരിക്കും. ദാറ്റ് ഈസ് ഷോർട്ട് സ്പാൻ. ഇതാണ് ഷോർട്ട് സ്പാൻ സ്റ്റീൽ വരുന്നത്, അത് താഴെ വെക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റർ വരെയുള്ള 150 mm ആയിരിക്കും. ദാറ്റ് ഈസ് DX. സ്മോൾ DX എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് കറസ്പോണ്ടിങ് ടു ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞാൽ 150 mm. അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് എന്ത്? ലോങ് സ്പാന്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാതി വരെയുള്ളതാണ്. ദാറ്റ് ഈസ് DY എന്ന് പറഞ്ഞാൽ 150 മൈനസ് ഇതിൻ്റെ പാതിയിൽ നിന്ന് ഒരു ഡയമീറ്ററിൻ്റെ പാതി പോകും. ദാറ്റ് ഈസ് 8/2. പിന്നെ ഒരു ഡയമീറ്ററിൻ്റെ പാതി പോകുന്നുണ്ട്. ദാറ്റ് ഈസ് 8/2. ദാറ്റ് ഈസ് 150 മൈനസ് 8/2 മൈനസ് 8/2. ദാറ്റ് ഈസ് 142. ഇങ്ങനെ പോകുന്നത് വലുതാക്കി വരച്ചാൽ ഇവിടുന്ന് പാതി പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് പാതി പോകുന്നുണ്ട്, പിന്നെ ഇവിടുന്നുള്ള ഡിസ്റ്റൻസ് ആണ് പോകുന്നത്. ദാറ്റ് ഈസ് ഈ 2 8/2 പോവും, ഇവിടുന്ന് 8/2 പോവും. അതാണ് ഇവിടെ 2 8/2 പോയി കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 142 mm എന്ന് കിട്ടും. ഇനി AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 0.5 ഇൻറ്റു FCK ഇൻറ്റു FY ഇൻറ്റു 1 മൈനസ്
റൂട്ട് ഓഫ് 1 മൈനസ് 4.6 MUX ഡിവൈഡഡ് ബൈ FCK B dx സ്ക്വയർ ഇൻറ്റു B ഇൻറ്റു ഡി എക്സ്. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 301.1 മില്ലിമീറ്റർ സ്ക്വയർ. നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി എസ് ടി വൈ കണ്ടുപിടിക്കാൻ എന്താണ് ഈക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. നമ്മൾ ഈക്വേഷനൊക്കെ പഠിച്ചതാണ്. നമ്മളാദ്യം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് ടി ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇത് എസ് ടി വൈന് എസ് ടി കണ്ടുപിടിക്കാനുള്ള ഒറ്റ ഇക്വേഷനാണ്. നമ്മൾ ബി ഡി മൾട്ടിപ്ലൈ ചെയ്ത് കാണുന്നുള്ള ഒരു ഇക്വേഷനാണ്. ദാറ്റ് ഈസ് 0.15 ഇൻറ്റു FCK ഡിവൈഡഡ് ബൈ FY ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4.6 MUY. എസ് ടി വൈ എമ്പോൾ MUY ആണ് ഡിവൈഡഡ് ബൈ FCK BD Y സ്ക്വയർ ഇൻറ്റു BD Y. അപ്പോൾ ഈ ഇക്വേഷന് അപ്പോൾ എസ് ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കണം. എല്ലാ ബീമിൻ്റെയും സ്ലാബിൻ്റെയും പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ വാല്യൂസ് ജസ്റ്റ് ഒന്ന് FCKക്ക് 20, FYക്ക് എന്താണ് 415, MUYക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ FCKക്ക് 20, ബിക്ക് 1000, DYക്ക് നമ്മൾ 142 mm. അപ്പോൾ ഈ വാല്യൂസൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന STY എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 202.42 mm സ്ക്വയർ ആണ്. ഇനി ചെക്ക് ഫോർ മിനിമം ആയിട്ടുള്ള പെർസെൻറ്റേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 0.12% ആണ്. FE 415 ആണെങ്കിൽ 250 ആണെങ്കിൽ 0.15% ആണ്. ഇതെല്ലാം IS കോഡിലുള്ളതാണ്. 0.12% ഓഫ് ഓവറോൾ ഏരിയ ആണ്, ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ B ഇൻറ്റു D ആണ്. B എത്രയാണ്? 1000. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 174 mm ആണ്. ദാറ്റ് ഈസ് 208 mm സ്ക്വയർ എന്ന് കിട്ടും. പക്ഷേ നമ്മൾ ASTX എന്താണ്? 301 എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 301.1 mm സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്? AST മിനിമത്തിനേക്കാളും കൂടുതലാണ്. പക്ഷേ ASTY എത്രയാണ് വരുന്നത്? 202 ആണ്. നമുക്ക് ആവശ്യമുള്ള 208 ആണ്. പക്ഷേ കുറവാണ്. മിനിമത്തിനേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ASTY വി വിൽ മേക്ക് ഇറ്റ് ടു മിനിമം AST മിനിമം, ദാറ്റ് ഈസ് 208 മില്ലിമീറ്റർ സ്ക്വയർ ആക്കും. അപ്പോൾ ASTX എന്താണ്? ഇറ്റ് ഈസ് 301.1 തന്നെയാണ്. ASTY എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 208 mm സ്ക്വയർ ആണ്. കാരണം എന്താണ്? ASTY ഈസ് ലെസ് ദാൻ AST മിനിമം. അപ്പോൾ മിനിമത്തിലോട്ട് നമ്മൾ എത്തിച്ചാൽ മതി. ഇനി സ്പേസിംഗ് ആണ്. സ്പേസിംഗ് ഓഫ് ഷോർട്ട് സ്പാൻ്റെ സ്പേസിങ്. അപ്പോൾ സ്പേസിങ് എങ്ങനെ കണ്ടെത്തുന്നത്? ഡയമീറ്റർ ഏരിയ ഓഫ് ബാർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻറ്റു 1000. അപ്പോൾ ഏരിയ ഓഫ് 1 ബാർ എത്രയാണ്? π/4 ഇൻറ്റു 8 സ്ക്വയർ, ദാറ്റ് ഈസ് 50.26 എന്ന് കിട്ടും. അപ്പോൾ 50.26 ഡിവൈഡഡ് ബൈ 301.1 ഇൻറ്റു 1000, ദാറ്റ് ഈസ് 166.9. അപ്പോൾ നമ്മൾ ഒരു എന്താ സാധാരണ കൊടുക്കുന്ന ഒരു റൗണ്ട് വാല്യൂ ആയിട്ട് 165 mm അലോങ് ഷോർട്ട് സ്പാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ലോങ് സ്പാൻ ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കണ്ടെത്തുന്നത്. നമ്മൾ ഏരിയ ഓഫ് 1 ബാർ എന്ന് പറഞ്ഞാൽ 50.26. ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണ്? 208 ഇൻറ്റു 1000, ദാറ്റ് ഈസ് 241 mm. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 240 mm ആണ് റൗണ്ട് ഫിഗർ ആയിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആക്ച്വൽ എന്താണ്? ആക്ച്വൽ AST നമുക്ക് കണ്ടെത്തണം. ആക്ച്വൽ AST ഇങ്ങനെ കണ്ടെത്തുന്നത്? ആക്ച്വൽ AST എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസിങ് അറിയാം. 1000 ആണ് നമ്മൾ വിടുത്ത് സ്പേസിങ്. ഇനി ഷോർട്ട് സ്പാനിൽ അലോങ് ആയിട്ടാണ്. അപ്പോൾ ഷോർട്ട് സ്പാനിൽ അലോങ് ആയിട്ടാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇത് എത്രയാണ്? 1000 ആണ് വിടുത്ത്. സ്പേസിങ് 165 ആണ്. അപ്പോൾ ഇത്ര നമ്പർ ഓഫ് ബാർസ് ഉണ്ടാവും. ഒരു ബാറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു 8 സ്ക്വയർ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് 304.6 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ASTY ലോങ് സ്പാന് അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ASTY ആക്ച്വൽ എന്ന് പറഞ്ഞാൽ 1000 ആണ് വിടുത്ത് വരുന്നത്. സ്പേസിങ് കൊടുക്കുന്നത് നമ്മൾ 240 ആണ് ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ എന്ന് പറഞ്ഞാൽ 50.26 ആണ്. നമുക്ക് കിട്ടുന്നത് 209.41 ആണ്. അപ്പോൾ ആക്ച്വലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണ്? ലോങ് സ്പാന് 209ഉം അലോങ് ഷോർട്ട് സ്പാന് 304.6 mm സ്ക്വയർ ആണ്. ഇനി ഇതിൽ തന്നെ ആൾട്ടർനേറ്റീവ് ബാർസ് ഓഫ് ഷോർട്ട് സ്പാൻ ക്യാൻ ബി ബെൻഡ് ചെയ്യണം.
നമ്മൾ ആൾട്ടർനേറ്റീവ് ബാർസ് ഓഫ് ഷോർട്ട് സ്പാൻ ക്യാൻ ബി ബെൻഡ് അറ്റ് 0.15 LX ഫ്രം ദി സെൻറ്റർ ഓഫ് സപ്പോർട്ട്. സെൻറ്റർ ഓഫ് സപ്പോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബെൻഡ് ദി ആൾട്ടർനേറ്റീവ് ബാർസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.15 LX. 1.15 LX എന്ന് പറഞ്ഞാൽ 0.15 ഇൻറ്റു 4.15 ആണ്. ദാറ്റ് ഈസ് 0.6225, ദാറ്റ് ഈസ് 0.63 മീറ്റർ ഫ്രം ദി സെൻറ്റർ ഓഫ് സപ്പോർട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബെൻഡ് ചെയ്യണം. ഇനി 0.15 LY നമ്മൾ ലോങ് സ്പാനിൽ എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റീവ് ബാർസ് ബെൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് 0.15 ഇൻറ്റു 5.15, ദാറ്റ് ഈസ് 0.7725, ദാറ്റ് ഈസ് 0.78 മീറ്റർ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബെൻഡ് ടു ദി സെൻറ്റർ ഓഫ് സപ്പോർട്ട് ലോങ് സ്പാനിൽ. അപ്പോൾ ഷോർട്ട് സ്പാൻ ആണെങ്കിൽ 0.63 മീറ്റർ ഫ്രം ദി സെൻറ്റർ ഓഫ് സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റീവ് ബാർസ് ബെൻഡ് ചെയ്യണം. ലോങ് സ്പാനിലാണെങ്കിൽ 0.78 മീറ്റർ ആൾട്ടർനേറ്റീവ് ബാർസ് എന്ത് ചെയ്യണം? ടു ദി സെൻറ്റർ ഓഫ് സപ്പോർട്ട് 0.78 മീറ്റർ നമ്മൾ ബെൻഡ് ചെയ്യണം. ഇനി റിമൈനിങ് ആൾട്ടർനേറ്റീവ് ബാർസ് എന്ത് ചെയ്യും? നമ്മൾ സപ്പോർട്ടിലോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനി ചെക്ക് ഫോർ ഷിയർ ആണ്. ഷിയറിൽ നമ്മൾ അലോങ് ഷോർട്ട് സ്പാൻ കണ്ടെത്തണം, അതുപോലെ തന്നെ അലോങ് ലോങ് സ്പാൻ കണ്ടെത്തണം. ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞാൽ WU ഇൻറ്റു LX ഡിവൈഡഡ് ബൈ 2. WU പറയാം 10.245 ഇൻറ്റു 4.15 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടുന്നത് 21.25. അലോങ് ലോങ് സ്പാൻ നമുക്ക് WU ഇൻറ്റു LY ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 10.245 ഇൻറ്റു 5.15 ഡിവൈഡഡ് ബൈ 2. LY 5.15 ആണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? 26.38 ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? ടോവി എക്സ് കണ്ടെത്തണം, ടോവി വൈ. ടോവി എക്സ് എന്ന് പറഞ്ഞാൽ VUX ബൈ BDX ആണ്. ടോവി വൈ എന്ന് പറഞ്ഞാൽ VUY ബൈ BDY ആണ്. DX നമുക്കറിയാം, ദാറ്റ് ഈസ് 150 ആണ്. DY എന്താണ്? 142 ആണ്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടോവി എക്സ് ഈക്വൾ 0.142 ന്യൂട്ടൺ പെർ mm², ടോവി വൈ 0.185 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഇനി നമ്മൾ ടോസി കണ്ടെത്തണം. ടോസി കണ്ടെത്തുന്നത് ഫോർ എ പെർസെൻറ്റേജ് നമ്മൾ ASTXന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജിനാണ് എന്ത് ചെയ്യുന്നത്? ടോസി കണ്ടെത്തുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കറസ്പോണ്ടിങ് ടു ASTX എന്ന് പറഞ്ഞാൽ ASTX ഇൻറ്റു BDX ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് ASTX പ്രൊവൈഡഡ് എത്രയാണ്? നമ്മൾ ASTX പ്രൊവൈഡഡ് എത്രയാണ്? ദീസ് 304.6. ASTX പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 304.6 ആണ്. 304.6 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 150 ഇൻറ്റു 100, ദാറ്റ് ഈസ് നമുക്ക് ഏകദേശം ഒരു 0.2% കിട്ടും. പെർസെൻറ്റേജ് അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമുക്ക് എത്ര കിട്ടും? 0.2% കിട്ടും. 304.6 ആണ്. 0.2% കിട്ടും. 0.2%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ നിങ്ങൾ പേജ് 73 ടേബിൾ 19 നമ്മൾ കുറേയായിട്ട് നോക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ടോസി വാല്യൂ എന്താണ് കിട്ടുന്നത്? ഒരു 0.32 കിട്ടും. 0.32 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.142 ആൻഡ് 0.185. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓക്കെ അഗെയിൻസ്റ്റ് ഷിയർ. ഷിയറിൽ എന്താണ്? സാറ്റിസ്ഫാക്ടറി ആണ്. നമ്മൾ എക്സ്ട്രാ ഷിയർ എൻഫോഴ്സ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ദാറ്റ് ഈസ് പേജ് 38 ഫിഗർ 4 ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡിഫിക്കേഷൻ ഫാക്ടർ ആദ്യം കണ്ടെത്തണം. മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടെത്താൻ നമ്മൾ ഫിഗർ 4 ആണ് ഉപയോഗിക്കുന്നത്. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടെത്തണം. ദാറ്റ് ഈസ് നിങ്ങൾ പേജ് 38 ഫിഗർ 4, ഇതാണ് പേജ് 38 ഫിഗർ 4 വരുന്നത്. അപ്പോൾ അതിലാദ്യം നിങ്ങൾ FS കണ്ടെത്തണം. ദാറ്റ് ഈസ് FS എന്ന് പറഞ്ഞാൽ 0.58 ഇൻറ്റു FI ഇൻറ്റു AST റിക്വയർഡ് ഡിവൈഡ് ബൈ AST പ്രൊവൈഡഡ്. അപ്പോൾ AST റിക്വയർഡ് FSൻ്റെ വാല്യൂ 0.58 ഇൻറ്റു FI എന്താണ്? 15 ഇൻറ്റു AST റിക്വയർഡ് എന്താണ്? 301. AST പ്രൊവൈഡഡ് എന്താണ്? 304.6. നമ്മൾ ASTXന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ASTXന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ FS കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് 237.93 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കണ്ടെത്താം. ഈ ഗ്രാഫിൽ നമുക്ക്
പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഉണ്ട്. നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്താണ്? ഇറ്റ് ഈസ് 0.2% ആണ്. അപ്പോൾ 0.2% എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇനി നമ്മൾ എഫ് എസ് എന്ന് വരുന്നത് 237 ആണ്. അപ്പോൾ 237 ഒന്നും വാല്യൂ ഇല്ല, അപ്പോൾ 240 ഉള്ളൂ. അപ്പോൾ 240ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം? 0.2%. അപ്പോൾ 240ൻ്റെ ഗ്രാഫ് ഇവിടെ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.2% എന്ന് പറഞ്ഞാൽ ഇത് വരും. ദാറ്റ് ഈസ് ഏകദേശം ഒരു 1.7 ആണെന്ത് മോഡിഫിക്കേഷൻ ഫാക്ടർ വരുന്നത്. ഇങ്ങനെയാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ നിങ്ങൾ കണ്ടെത്തുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് മോഡിഫിക്കേഷൻ ഫാക്ടർ 1.7 ആണ്. അപ്പോൾ നമ്മൾ പേജ് 37 നമുക്ക് മനസ്സിലാവും L/D റേഷ്യോ എന്താണ്? ഇറ്റ് ഈസ് 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. ഡി എന്ന് പറഞ്ഞാൽ DX എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് LX ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. LX എന്താണ്? 4750 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ എന്താണ്? 1.7 ആണ്. ദാറ്റ് ഈസ് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് എന്താണ്? ഇറ്റ് ഈസ് 122.058 ആണ്. നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? വി ഹാവ് പ്രൊവൈഡഡ് 150 mm DX പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് പ്രൊവൈഡഡ് 150 mm ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 122, hence it is safe against deflection. അപ്പോൾ പ്രൊവൈഡഡ് DX പ്രൊവൈഡഡ് ഈസ് ഗ്രേറ്റർ ദാൻ D റിക്വയർഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഡിഫ്ലക്ഷൻ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തും കൂടി ഒന്ന് നിങ്ങൾ കണ്ടെത്താം. ഡെവലപ്മെൻറ്റ് ലെങ്ത് അലോങ് ഷോർട്ട് സ്പാനും അതുപോലെ തന്നെ ലോങ് സ്പാനും നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ 1 വേ സ്ലാബിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത് കൂടി നിങ്ങളൊന്ന് കണ്ടെത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ എന്ത് ഡിസൈൻ സ്റ്റെപ്പ്. ഇനി അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിങ്ങിൽ നമ്മൾ ജസ്റ്റ് ക്രോസ് സെക്ഷനെ ഇപ്പോൾ വരയ്ക്കുന്നുള്ളൂ. ക്രോസ് സെക്ഷനിൽ ആദ്യം ഷോർട്ട് സ്പാനിലുള്ള ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഷോർട്ട് സ്പാനിൽ സ്ലാബ് വരുന്നുണ്ട്. ഇതിൽ താഴെ വരുന്നതാണെന്ത്? ഇതാണ് നമ്മൾ ഷോർട്ട് സ്പാൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. അത് 8 mm ബാർ സെറ്റ്, 165 mm സെൻറ്റർ ടു സെൻറ്റർ. ഇനി ആൾട്ടർനേറ്റീവ് ബാർസ് എന്ത് ചെയ്യുന്നുണ്ട്? 0.63 0.15 LXൽ നമ്മൾ ബെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 0.63 മീറ്ററിൽ. അതുപോലെ തന്നെ ലോങ് സ്പാൻ ബാർസ്, ലോങ് സ്പാൻ സ്റ്റീൽ ബാർസ് 8 mm ബാർ സെറ്റ് 240 mm. അപ്പോൾ ഷോർട്ട് സ്പാനിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ലോങ് സ്പാൻ വെക്കുന്നത്. അപ്പോൾ 8 mm ബാർ സെറ്റ് 240 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മീറ്റർ ആണ് ഷോർട്ട് സ്പാനിൻ്റെ. ഇനി ലോങ് സ്പാനിൻ്റെ നോക്കുക. ലോങ് സ്പാൻ വരുമ്പോൾ ഷോർട്ട് സ്പാനിൻ്റെ ഇത് നമ്മൾ റൗണ്ട് ആയിട്ടാണ് കാണുന്നുണ്ടാവുക. ഇതാണ് ലോങ് സ്പാനിനായിട്ടുള്ള സ്റ്റീല്. ദാറ്റ് ഈസ് 8 mm ബാർ സെറ്റ് 240 mm സെൻറ്റർ ടു സെൻറ്റർ. ആൾട്ടർനേറ്റീവ് ബാർസ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 0.78 മീറ്ററിലാണ്. ദാറ്റ് ഈസ് 0.15 LYയിലാണ്. ഇനി ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലോങ് സ്പാൻ എത്രയാണ്? 5 മീറ്റർ ആണ്. ഇനി ഷോർട്ട് സ്പാനിൻ്റെ ഇതാണ് ഷോർട്ട് സ്പാനിൻ്റെ ബാർസ്. ദാറ്റ് ഈസ് 8 mm ബാർ സെറ്റ് 165 mm സെൻറ്റർ ടു സെൻറ്റർ. നമ്മൾ ലോങ് സ്പാനിൽ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് സ്പാൻ ബാർസ് താഴെയായിട്ടാണ് വരുന്നുണ്ടാവുക. അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിലിങ്. ഇതിൻ്റെ പ്ലാനിങ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുക. അതും കൂടി വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പ്രോബ്ലം ബാക്കിയുള്ള പ്രോബ്ലം എന്ത് ചെയ്യാം? ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.